കോട്ടയം മീനച്ചിലിൽ കാണാതായ വയോധികനായി വ്യാപക പരിശോധന നടത്തുകയാണ് പോലീസ്. 84 വയസ്സുള്ള മാത്യു തോമസിനെ ഡിസംബർ 21 മുതലാണ് കാണാതായത്. മക്കൾ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഹേബിയസ് കോർപ്പസ് കൊടുത്തിരുന്നു. അതനുസരിച്ച് അവർക്ക് നാളെ ഹൈക്കോടതി റിപ്പോർട്ട് കൊടുക്കണം അന്വേഷണത്തിൻ്റെ പുരോഗതിയെ പറ്റി. അപ്പോൾ 2 കിലോമീറ്റർ ചുറ്റളവിൽ അങ്ങനെ ഒരു ഡിസോറിയൻറ്റഡ് ആയിട്ട് സോഡിയം കുറഞ്ഞു പോയി അങ്ങനെ എവിടെയെങ്കിലും മാറി ബോഡി വല്ലതും ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ സ്ക്വാഡ് വന്നിരിക്കുന്നത്. എങ്ങോട്ടേലും പോയി എന്നുള്ളത് ഇവിടെ ആദ്യമേ നമുക്കിവിടെ എവിടെയെങ്കിലും വീണ് കിടക്കുമായിരിക്കാം അങ്ങനെ ഒരു സംശയമായിരുന്നു. അതെന്തായാലും അതിപ്പം അതിന് കാര്യമില്ല എന്ന് ബോധ്യമായി. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന എന്തെങ്കിലും രീതിയിൽ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്യുകയോ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവുകയോ അതിൻ്റെ മോട്ടീവ് എന്നാന്നും കാര്യം എന്താണെന്നും അറിയില്ല. അത് പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്. ടോബി ജോൺസൺ കോട്ടയം ചേരുന്നു. ടോബി, 25 ദിവസമാകുന്നു ഈ 2 കിലോമീറ്റർ പെരിമീറ്ററിൽ പരിശോധിക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു ലോജിക്ക് എന്താണ്? അങ്ങനെയാണെങ്കിൽ ഈ 25 ദിവസത്തിനകം അദ്ദേഹത്തെ കണ്ടെത്താനാകില്ല. ഇപ്പോൾ ഈ പരിശോധന വീടും പരിസരവും കേന്ദ്രീകരിച്ച് നടക്കുന്നതിന് കാരണം അതെന്താണ്? സുഹൈല്, വീടും പരിസരവും കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഈ ഒരു ചുറ്റളവ് കേന്ദ്രീകരിച്ചുള്ള ഈ പരിശോധന എന്ന് പറയുന്നത് നിലവിൽ ഹൈക്കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് റിട്ട് ഹർജി ഉണ്ടായിരുന്നു. അതേ തുടർന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു പോലീസിന്. ആ ഒരു നിർദ്ദേശം വന്ന സാഹചര്യത്തിലാണ് പോലീസ് വിശദമായിട്ടുള്ളൊരു പരിശോധന. അതിനകത്തുള്ളൊരു സാധ്യത ഇതാണ്: 21-ാം തീയതി വീട്ടിൽ നിന്നും ഇറങ്ങിയ ഇദ്ദേഹം ഈ വഴിയിലൂടെ വീടിൻ്റെ 2 വശത്തുമുള്ള വഴിയിലൂടെ എവിടേക്കെങ്കിലും നടന്നു പോവുകയോ പറമ്പുകളിലേക്കും മറ്റും കയറുകയോ വല്ലതും ചെയ്ത് അവിടെ എന്തെങ്കിലും സംഭവിച്ച് കിടപ്പുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ്, ആ ഒരു കാര്യം റൂൾ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു വിശദമായിട്ടുള്ള പരിശോധന. ഏകദേശം 150ഓളം പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടമായി പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വിശദമായ പരിശോധനയാണ്. വഴികളും അതുപോലെ തന്നെ സമീപത്തുള്ള പുരയിടങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, റോഡ് തുടങ്ങിയ എല്ലാ വശങ്ങളും ഈ പോകാൻ സാധ്യതയുള്ള 84 വയസ്സുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ ഇദ്ദേഹം അധിക ദൂരം നടന്ന് പോകാൻ സാധ്യതയില്ല എന്നുള്ള ഒരു വിവരം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പോകാൻ സാധ്യതയുള്ള ഒരു കിലോമീറ്ററാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 കിലോമീറ്റർ റേഡിയസിൽ ഒരു പരിശോധന, വിശദമായിട്ടുള്ള കാർഡടച്ചുള്ള ഒരു പരിശോധന നടത്തിയത്. എന്തായാലും പരിശോധന ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. കടാവർ ഡോഗ് അടക്കം ഈ പരിശോധനയുടെ ഭാഗമായിട്ടുണ്ട്. 100-ലധികം പോലീസുകാരും ഒരു മാസ് തെരച്ചിലാണ് ഏകദേശം 2 കിലോമീറ്റർ പരിധിയിൽ ഒരു വയോധികനെ കണ്ടെത്താനായി നടത്തുന്നത്. ഹേബിയസ് കോർപ്പസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തതിന് പിന്നാലെയാണ്, ഹൈക്കോടതിയിൽ കടുത്ത ഇടപെടൽ വന്നതിന് പിന്നാലെയാണ് 25 ദിവസത്തിന് ശേഷം ഒരു വയോധികനായി പോലീസിന്റെ അന്വേഷണം തുടരുന്നത്.